ഹായ് ഗൈസ്, എല്ലാവർക്കും AKSN വ്ളോഗിൻ്റെ ട്രിപ്പ് AKSN പാർട്ട് 10 സ്വാഗതം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് AKSN 10 പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനമാണ്. അപ്പോൾ നമ്മൾ തൃപ്രയാർ പോകുന്ന റൂട്ടിൽ പോകുമ്പോൾ കണ്ടതാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് ഞങ്ങൾ കയറുന്നുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം നിങ്ങൾക്ക് വൃത്തിയായി എങ്ങനെ പോകണം തോന്നണം എന്നുള്ള കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, അപ്പോൾ നമ്മൾ കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇത് പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്ത സെലിബ്രിറ്റീസ് ആണ്. മാതാമൃതാനന്ദമായി എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. KS ചിത്ര, അതുപോലെ തന്നെ ലതാ മങ്കേഷ്കർ, ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അവരുടെ ഫോട്ടോസാണ്. വിഷ്ണുമായ തൊഴുതു വരുമ്പോൾ നമ്മളുടെ സമാധി മണ്ഡപം കാണും. മുൻ ദേവസ്ഥാനാധിപതി ദാമോദര സ്വാമികളുടെ സമാധിയാണ്. ഭുവനേശ്വരി ദേവിയുടെ അമ്പലം കാണാം. പിന്നെ വിഷ്ണുമായ സ്വാമിയുടെ പുരാണങ്ങൾ കാണാം. പിന്നെ വിഘ്നേശ്വരൻ്റെ ഒരു അമ്പലം, സ്വാമി ശരണമയ്യപ്പ, മുരുകൻ്റെ ഒരു അമ്പലം. പിന്നെ ഇവിടെ മൊത്തം പെയിൻറ്റിങ്സും കൊത്തുപണികളൊക്കെയാണ്. ഇതാണ് മെയിൻ അമ്പലം. വിഷ്ണുമായയുടെ ബാക്ക് വശമാണ്. സമാധി മണ്ഡപമാണത്. ഇത് പിന്നെ അവരുടെ ഓഫീസ്, അതായത് കാര്യങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കുന്ന ഓഫീസാണ്. ഇവിടെ കാരണവന്മാരുടെ ഫോട്ടോ, അവിടെ തന്നെ വിഘ്നേശ്വരൻ്റെ ചെറിയൊരു ഫോട്ടോ പോലെ. പിന്നെ നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ ഒരു വിഗ്രഹം, ഒരു കൊത്തുപണി തീർത്ത്. നടരാജൻ സ്വാമിയുടെ ഉണ്ട്. പിന്നെ മധുര മീനാക്ഷിയുടെ, നടരാജൻ സ്വാമിയുടെ പിന്നെ വലിയ വിഷ്ണുമായ ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ട് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ഒരു ആനയുടെ ഒരു ഇതുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ഗോപുരം പോലെ ഓഫീസുണ്ട് അവിടെ. നല്ല രസമുണ്ട് അവിടെ കാണണം. നമ്മൾ ഒരു വട്ടെങ്കിൽ വരേണ്ടതാണ്. ഇത് കൊടിമരമാണ് ഗൈസ്. ഇതാണ് കൊടിമരം. അത് വിഷ്ണുമായ സ്വാമി. നിത്യദിന പൂജകളുടെ ലിസ്റ്റ്. ഇവിടെ ബ്രഹ്മരക്ഷസിൻ്റെ ഒരു ഇതുണ്ട്. ദക്ഷിണമൂർത്തി സംഗീത മണ്ഡപം. മോഹൻലാൽ സാറൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചരിത്രം, അതായത് ഇതിൻ്റെ പുരാണ കഥ. ശബരിമലയായിട്ട് ഏകദേശം സാമ്യമുള്ള കഥകളാണത്. അയ്യപ്പൻ്റെ കഥയായിട്ട്. പിന്നെ ശ്രീരാമനും ലക്ഷ്മണനും രാവണനെ കൊല്ലാനായി അഗസ്ത്യമുനിയിൽ നിന്ന് വിഷ്ണുമായ തേജസ് ഉൾക്കൊണ്ട ദിവ്യായുധമാണ് രാമൻ അഗസ്ത്യമുനിക്ക് നൽകിയത്. ഇത് വേലുമുത്തപ്പന് സംപ്രീതനായ വിഷ്ണുമായ ദർശനം നൽകി. അദ്ദേഹത്തിൻ്റെയാണ് നമ്മളവിടെ കണ്ടതെന്നോട് കാണിച്ചു തരാം. ഈ അമ്പലം പ്രതിഷ്ഠിച്ച വേലുമുത്തപ്പൻ്റെ സമാധി മണ്ഡപമാണത്. ഞാൻ പറഞ്ഞ പോലെ അന്നദാന മണ്ഡപമാണ് മുകളിൽ. അവിടെ പോകുന്നില്ല, ഇപ്പോൾ സമയം 5:30 ഇത് രാവണാനുഗ്രഹത്തിന് ശേഷം വില്ലും ശരവും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശ്രീരാമ ലക്ഷ്മണൻ ഋഷിമാരും വാനസേനയും അദ്ദേഹത്തെ കാണുന്നു. ഇത് വിഷ്ണുമായ സ്വാമിക്ക് ശിവൻ ഗീതോപദേശം നൽകുകയാണ്. വിഘ്നേശ്വരനും പാർവതി ദേവിയും അയ്യപ്പനും മുരുകനും സമീപം. അതിഗംഭീരമായ കൊത്തുപണികളാണ്. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അതിന് മുമ്പ് പുറത്തെ കാഴ്ചകൾ കാണിച്ചാൽ തുലാവാരമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് ഓഫീസ് റൂമാണ്. ഇനി പുറത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അഷ്ടലക്ഷ്മിമാരുണ്ട് ഇവിടെ. അഷ്ടലക്ഷ്മിമാരുടെ പുറത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ഈ നടയുടെ നേരെ ഓപ്പോസിറ്റ് ഭഗവാന്റെ വാഹനമായ മഹിഷൻ ഉണ്ട് ഇവിടെ. നേരെ ഓപ്പോസിറ്റായിട്ട് ഭഗവാനാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങി അതിഗംഭീരമായ കൊത്തുപണികളും ശില്പങ്ങളും കാഴ്ചകളും കാണാം ഗൈസ്. ഇതാണ് മെയിൻ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. ഇത് വലിയൊരു മരം. ഇതാ ഭഗവാൻ, പിന്നെ വാഹനം. ഗംഭീരമായ ശില്പമാണ്. ഇത് ദേവസ്ഥാനത്തിന് കൽപ്പിതമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ BSTC കൾച്ചറൽ മിഷൻ കൂടിയാണത്. ഇത് മഹാവിഷ്ണുവാണോ വിഷ്ണുമായാണെന്ന് ഉറപ്പില്ല. നാഗങ്ങളോട് കൂടി നിൽക്കുന്നൊരു ഇതും. പിന്നെ നല്ല കുളത്തിൽ നല്ല നല്ല മീനുകളുണ്ട് ഗൈസ്. ഫ്രണ്ട് വശം കാണുന്നുണ്ടല്ലോ. അതിന് 2 ഗരുഡന്മാരും നിൽക്കുന്നുണ്ട് ഇവിടെ. മഹിഷൻ്റെ ഇപ്പുറത്തും 2 ഗരുഡന്മാരിങ്ങനെ നമുക്ക് കാണാതെ. ഇതാ ഉള്ളിൽ കൊടിമരമൊക്കെ വ്യക്തമായി നമുക്ക് കാണുന്നുണ്ട്. ഇത് പാലായും മദനത്തിൻ്റെ കാഴ്ചയാണ് ഗൈസ്. ബസ് റൂട്ടാണ്. ഇത് തൃപ്രയാർ റൂട്ടാണ്. എന്താ ദേവസ്ഥാനം ശിവപാർവതി വിഷ്ണുമായയുടെ രൂപമാണ്. ശിവപാർവതിയും പിന്നെ വിഷ്ണുമായ ആണ്. നമുക്ക് അതിൽ വടിയൊക്കെ കാണാം. അദ്ദേഹത്തിൻ്റെ നമുക്ക് ചിത്രകൂടമൊക്കെ ആയിട്ട് കാണാം ഗൈസ്. അതുപോലെ തന്നെ വ്യത്യസ്ത സംഗീത ഉപകരണങ്ങളോട് നിൽക്കുന്ന ഗണപതി കാണാം. 1 2 3 4 5 6 വിഘ്നേശ്വരന്മാർ സംഗീതോപകരണമായി നിൽക്കുന്നതാണിത് ഇവിടെ. ഇത് പിന്നെ ഗരുഡ സന്നിധിയാണ്. ഇത് പിന്നെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ ആദിഗുരു എന്ന് പറഞ്ഞ മഹാദേവൻ്റെ ഫോട്ടോ ആണ് ഗൈസ്. ഇത് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റുള്ള റോഡിൻ്റെ അപ്പുറമുള്ള കാഴ്ചകളാണ് ഗൈസ്. ദേവസ്ഥാനത്തിൻ്റെ കൂത്തമ്പലം അതിഗംഭീരമായ കാഴ്ചയാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരേണ്ടതാണ്. നല്ല ഗംഭീരമായ കാഴ്ചയാണ് ഗൈസ്. ചിത്രകൂടൊക്കെ അതിഗംഭീരമായി നമുക്ക് കാണാം. പാർവതിയും ശിവനും വിഷ്ണുമായ ഭഗവാനും ഒക്കെ ആയിട്ടുള്ളത്. ഇതാണ് അമ്പലം.
ഗൈസ് ഇതാണ് അമ്പലം. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതൊക്കെ നമുക്ക് കാണാം. ഗൈസ് പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ ഡയറക്റ്റ് വരുമ്പോൾ തൃപ്പയാർക്ക് പോകുമ്പോൾ ഞങ്ങൾ ഇതാ വേറൊരു അമ്പലം കണ്ടു. അതേ വിഷ്ണുമായൻ്റെ കാനാടി മഠത്തിൻ്റെ അമ്പലമാണ് ഗൈസ് ഇത്. ഇതും വിഷ്ണുമായ സ്വാമി തന്നെയാണ്. അവിടുത്തെ ഉള്ളിൽ ഫോൺ അലൗഡല്ല. ഞാൻ പുറത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാം. ഇത് അതും കൂടെ നമുക്ക് ഒരുമിച്ച് വീഡിയോ ആക്കി ട്രിപ്പ് കേസിൻ്റെ പടുണ്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ പുറത്തൊരു കുളം കണ്ടു. ഇത് ശിവപാർവതി നമുക്ക് ഫ്രണ്ടിൽ പോയി എടുക്കാം. ബാഗാണ് കാണുന്നത്. അവിടെ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. സുബ്രഹ്മണ്യ സ്വാമി എല്ലാവരും അയ്യപ്പസ്വാമിയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ജീവനുള്ളൊരു ആനയെ കുളിപ്പിക്കുന്നത് കണ്ടു. ശിവപാർവതി, മുരുകസ്വാമി. അപ്പോൾ ശരി ഗൈസ്.